നമസ്കാരം. നിങ്ങൾ കാണുന്നത് ഫോക്കസ് കേരള ന്യൂസ്. കേരളത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും തത്സമയ വിശകലനങ്ങളും സത്യസന്ധമായ റിപ്പോർട്ടുകളും എളുപ്പത്തിൽ, വേഗത്തിൽ, വ്യക്തമായി. ഫോക്കസ് കേരള ന്യൂസ്. സത്യത്തിന്റെ വശത്ത്, ജനങ്ങളുടെ ശബ്ദമായി. കേരള നിയമസഭ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ ഒന്നാണ് പത്തനാപുരം മണ്ഡലം. ഈ തവണ ഇവിടെ മത്സരം കൂടുതൽ കടുപ്പമാകുകയാണ്. കഴിഞ്ഞ ഫലം ആവർത്തിക്കുമോ അതോ മാറ്റമുണ്ടാകുമോ? അതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. പത്തനാപുരം മണ്ഡലത്തിൽ പ്രധാന പോരാട്ടം യുഡിഎഫും എൽഡിഎഫും തമ്മിലാണ്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ജ്യോതികുമാർ, എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ മന്ത്രി കെ.പി. ഗണേഷ് കുമാർ. കഴിഞ്ഞ നിയമസഭ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ടുപേരും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഗണേഷ് കുമാർ വിജയിച്ചത്. വീഡിയോ തുടരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വ്യക്തമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഫോക്കസ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളാണ്. ജ്യോതികുമാർ മണ്ഡലം വിട്ടുപോകാതെ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിച്ചു എന്നതാണ് യുഡിഎഫ് പക്ഷം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം. ജനങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്തിയതും സ്ഥിരമായ ഇടപെടലുകളും അദ്ദേഹത്തിന് വലിയ പിന്തുണ നേടിക്കൊടുത്തതായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളും എൽഡിഎഫ് ശക്തമായി പ്രചാരണം ചെയ്യുന്നു. എന്നാൽ സംസ്ഥാനതലത്തിൽ ഉയരുന്ന ഭരണവിരുദ്ധതയും ജനങ്ങളുടെ അസന്തോഷവും ഈ മണ്ഡലത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നതാണ് പ്രധാന ചർച്ച. കേരളമൊട്ടാകെ ഇപ്പോൾ കാണുന്ന യുഡിഎഫ് അനുകൂല തരംഗം പത്തനാപുരത്തും പ്രകടമാകുന്നുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരും യുവജനങ്ങളും യുഡിഎഫിന്റെ പക്ഷത്തേക്ക് നീങ്ങുന്ന പ്രവണത ശക്തമാകുന്നു. കഴിഞ്ഞ തവണ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ച മണ്ഡലം എന്നതിനാൽ ചെറിയ സ്വിംഗ് പോലും ഫലം മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ തവണ മത്സരം അതീവ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ യുഡിഎഫിന് അനുകൂലമായ ഒരു തരംഗം രൂപപ്പെടുന്നുവെന്നാണ് വിവിധ സർവേകൾ സൂചന നൽകുന്നത്. ജ്യോതികുമാറിന്റെ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനങ്ങളും എൽഡിഎഫിന് നേരെയുള്ള ഭരണവിരുദ്ധതയും ചേർന്ന് ഫലം മാറാനുള്ള സാധ്യത ശക്തമാണ്. അവസാന തീരുമാനം ജനങ്ങളുടേതാണ്. വോട്ടെടുപ്പ് ദിനം എന്താണ് വിധി എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ മണ്ഡല വിശകലനങ്ങൾക്കായി ഫോക്കസ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്കളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. അടുത്ത മണ്ഡലം ഏത് വേണം എന്ന് പറയാനും മറക്കരുത്.